Hatharala Vashandare Rico Ravasandare Rave Hatharara Vashandare Rico Ravasandare Rabari Garagatigasyandara Vashandare. Hallelujah, praise the Lord. Rika Labara Rabbi Shendaraba Urini Bikere Keshikele Dibikoro Soko Rabara. Jesus, hallelujah. Rika Barasyandaraba Uribiri Shikala Barasyandala Barasiko Rasia Urimini Keshikere Bikalaba Kurabaredige Uridi Bikere Bikalaba Kurabaredige Siko Rabaratika Rakashandare. God who forgives us, Papa, we praise you, Daddy. Wonderful Jesus, sweet Jesus, hallelujah, holy, 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 Papa, we praise you, such a great God, such a wonderful God, we praise you, Papa. Uri biridige rebe shandala labashandarebe, udhalagarega shandarari kara basandarebe. Jehovah Jireh, Jehovah Shammah, Jehovah Shalom, hallelujah, praise the Holy Spirit, hallelujah. Wonderful Heavenly Father, wonderful Holy Spirit. Hallelujah, Spirit of truth, Spirit of grace, Spirit of glory, we praise you. Hallelujah. Oh, Rabba, Alpha and Omega, Papa, we praise you, the beginning and the end, Daddy. The first and the last. Hallelujah. Jesus, we praise you, Daddy. Kudala Rabba, Sakaraba, Uri Shikalaba, Kuraba Redigesiko Rasiandra. Jesus, where is Lord, Papa? We praise you. Adhala Rabba, Shakalaba, Kuraba Redige. Oh, Papa, you are our deliverer. Papa, you are our refuge, Papa. Adu Rabu 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 Shikaraba Karaba Kurasia. Papa, you are our shield, Daddy. You are our fortress, Papa. You are our stronghold, Daddy. Papa, you are our very present help. Hallelujah. We praise you, Jesus. Forgive all of our sins, Daddy. Wash us with your precious blood, Daddy. Ori kalabasyandaraba katave. So many devices katave. Ori kalabarasyandaraba shandaraba kadanaverindavarella. തമ്പുരാന്റെ പാദത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇനി കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടിച്ചേർക്കുമാറാകണം കർത്താവേ. ഇന്ന് രാത്രി ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെ കുടുംബത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവർ ശക്തമായ ഞങ്ങളുടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ഓ റീഖാലാബാശാന്തര, കർത്താവിന്റെ അത്ഭുതകരങ്ങൾ ഇന്ന് പ്രവർത്തിച്ചല്ലോ അപ്പാ. ഞങ്ങളുടെ ദാസനെ ഇന്ന് ശക്തമായി ഇന്ന് രാത്രി ശുശ്രൂഷയും കർത്താവ് എടുത്ത് ഉപയോഗിക്കുമാറാകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ, അങ്ങ് ആ കുഞ്ഞുവാവയ്ക്ക് കൊടുത്ത വിടുതലുകൾക്കായി സ്തോത്രം കർത്താവേ. മനുഷ്യരാൽ അസാധ്യം, ഡോക്ടർമാരാൽ അസാധ്യം, മെഡിക്കൽ സയൻസിന് അസാധ്യമെന്ന് പറഞ്ഞിടത്ത് കർത്താവേ അങ്ങ് അത്ഭുതം ചെയ്തല്ലോ. ആ കുഞ്ഞ് നോർമലായി. ഹല്ലേലൂയ കർത്താവേ. ഉദാരക ശന്തരെ വാർഡിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗ്ഗം ഇടയാക്കിയല്ലോ. അങ്ങ് ആ കുഞ്ഞിനെ ശക്തമായ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ അത്ഭുത സാക്ഷിയായ കുഞ്ഞിനെ ഇപ്പോഴേ വേർതിരിച്ചതിനായി എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, അടിയനെയും കുഞ്ഞിനെയും ശിവരക്താമറയ്ക്ക് ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ അപ്പാ. അങ്ങയുടെ സരതി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പാ. ഭവനത്തെ, ഡിവൈസസിനെ, അപ്ലയൻസസിനെ എല്ലാം യേശുക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയിടുന്ന അപ്പാ. ആരെങ്കിലും രോഗത്തോടെ കടന്നു വരുന്നെങ്കിൽ കർത്താവെ, ഹൃദയനുറുക്കത്തോടെ കടന്നു വരുന്നെങ്കിൽ അപ്പാ, അങ്ങ് അവരെ സൗഖ്യമാക്കണേ ദൈവമേ. വിവിധ വിഷയങ്ങളാൽ, ഭാരത്താൽ, പ്രയാസത്താൽ കടന്നു വരുന്നവർ ആശ്വാസം പ്രാപിച്ച് മടങ്ങിപ്പോവുക എന്റെ അപ്പച്ചൻ സഹായിക്കണേ കർത്താവേ. അങ്ങ് ഏറ്റവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. കർത്താവെ, ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളിൽ 100 മേനി ഫലം കൊണ്ടുവരണം. ഞങ്ങളുടെ സ്പിരിറ്റിലേക്ക് ആ വചനം കയറണം കർത്താവെ. ഞങ്ങളുടെ അകമേ ഉള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കണം കർത്താവെ.
ഉടാരകതികസ്യാന്തരാരവശന്തരവേ ഉടാരകശന്തരേ റിഖാലവശന്തരടബ. ഓ റിഖാബറ. ഞങ്ങളുടെ തലമുറകളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ വഴി വിട്ടവരെ എടുത്തോട്ട് വലത്തോട്ട് തിരിയാൻ യഹോവ അനുവദിക്കരുതേ. രക്ഷിക്കപ്പെടാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ സ്വർഗ ഇടയാക്കണമേ കർത്താവേ. രക്ഷിക്കപ്പെടാത്ത അനേകരെ കർത്താവെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇമൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആദ്യോടുന്ന പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ ആചരണയപ്പിച്ച് കിട്ടി കൃപയ്ക്കായി സ്തോത്രം. ഓ റീഖാറാകടെ സാന്നിധ്യത്തിലായി നന്ദി കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഇന്ന് രാത്രി ഉയർത്തപ്പെടട്ടെ കർത്താവേ. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഇന്നത്തെ മീറ്റിംഗ് സമർപ്പിക്കുകയാണ്. Holy Spirit, you take control over everything. Hallelujah, worship, harabasyandarā, vajana praghosana ellam adura sika barasya, we are giving into your hands. ആദ്യോടുന്ന പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ ആചരണയപ്പിച്ച് കിട്ടിയ കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. ഓരാല ബറാസിക്കോ റസിക ബറാകല ശ്യാന്തറബ. ഹല്ലേലൂയ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ.
ഇന്ന് ഡിവൈസിൽ കടന്നു വന്ന ഇത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്നത് കൊണ്ട്. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കുവാൻ ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. സകലത്തെ സൃഷ്ടിച്ചവൻ, നമ്മളെ മെനഞ്ഞവൻ, അതിശയവും ഹല്ലേലൂയ അത്ഭുതകരമായി നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന്റെ നാളിൽ ഹല്ലേലൂയ നമ്മളെ മാറോട് അണച്ചിടുമേ. എത്ര കണ്ണുനീരൊഴുക്കി ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങയുടെ ഒരു മഹത്വ പ്രത്യക്ഷത എനിക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങേ എനിക്ക് മുറുക്കെ കെട്ടിപ്പിടിച്ച് എന്റെ വേദനകൾ പറയാമായിരുന്നു. എനിക്ക് അങ്ങുമായി ഒന്നായി തീരുവാൻ കഴിയുമായിരുന്നു. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപങ്ങളെ കഴുകി, ഹല്ലേലൂയ, സ്വന്തം ജീവനെ നമുക്ക് നൽകി. ഹല്ലേലൂയ. അവൻ മേഘവാഹനത്തിൽ വേഗം വരാൻ പോകുന്നു. കോടാനു കോടി ദൂതരുമായി നമ്മുടെ കഴിഞ്ഞ ഹല്ലേലൂയ വിശുദ്ധാരാധനയിൽ അപ്രകാര ദൂതന്മാർ ശക്തമായി ഇറങ്ങുവാൻ ഇടയായി. യേശു കർത്താവ് ഇറങ്ങുവാൻ ഇടയായി. എത്രയോ പേർക്ക് ആ മഹത്വ തലത്തിൽ ഇരിക്കുന്നവർക്ക് ആ പ്രത്യക്ഷ കാണുവാൻ സ്വർഗ ഇടയാക്കി. അങ്ങനെ വീണ്ടും ഹല്ലേലൂയ എല്ലാവരും കാത്തിരിക്കുവാണ് കർത്താവിന്റെ ഒരു മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ട്. കർത്താവിനെ ഒന്ന് കാണുവാൻ, കർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ ഈ ലോകം തരുന്ന ആശ്വാസം നമുക്ക് കഴിയില്ലല്ലോ ദൈവമക്കളെ. കർത്താവിന്റെ ഒരു സ്പർശനം മതി, കർത്താവിന്റെ ഒരു വാക്ക് മതി, കർത്താവിൽ നിന്നൊരു പാട്ടിന്റെ ഈടം മതി നമ്മൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ. വേഗം നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നമുക്ക് മുൻപിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. അതിന്റെ 32 മുതൽ 34 വരെ ഞാൻ വായിക്കുന്നു. ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഹല്ലേലൂയ. ആ എബ്രായ ലേഖനം എഴുതിയ എബ്രായ ലേഖനക്കാരൻ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്തു പറയണ്ട? കുറെ വിശ്വാസികളുടെ പട്ടിക അവിടെ പറഞ്ഞിട്ട് താഴേക്ക് വായിക്കുമ്പോൾ പറയുകയാണ്, ഗിദ്യോൻ, ബാരാഖ്, ഷിംഷോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെ ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവർ ഓരോരുത്തരും വിശ്വാസത്താൽ എന്തെല്ലാം ചെയ്തു? വിശ്വാസ വീരന്മാരുടെ ഗണത്തിലായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഏത് എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഹല്ലേലൂയ. ഗ്രഹിക്കാൻ ശ്രമിക്കാം. ഗിദെയോൻ അത്രേ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചവൻ. അവൻ എങ്ങനെയാണത് പ്രാപിച്ചത്? വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ന്യായാധിപന്റെ പുസ്തകം 7-ാം അധ്യായം 21 മുതൽ 22 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി, അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. സൈന്യം ഹല്ലേലൂയ സെരോര വഴിയായി ബേത്ത്ശതാ വരെയും തബ്ബത്തിനരികെയുള്ള അബേൽ മെഹേലയുടെ അതിർ വരെയും ഓടിപ്പോയി. അപ്പൊ നമുക്കിവിടെ വചനം പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഗിദെയോൻ ആദിയിൽ ഒരു ധീരനോ വലിയ പോരാളിയോ ഒന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. അവനൊരു പരാക്രമശാലി ആയിരുന്നോ? അല്ല. അവന്റെ പരാക്രമശാലിത്വം കൊണ്ടാണോ സൈന്യങ്ങൾ ഓടിപ്പോയത്? അല്ല. ഹല്ലേലൂയ. അവൻ ആൾബലം ഉണ്ടായിരുന്നോ? ഇല്ല. ഹല്ലേലൂയ. അവരുടെ ശത്രുക്കൾ മിദ്യാന്യരും അമലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. ആ ന്യായപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഇതൊക്കെ ആരുടെയാണ്? ഹല്ലേലൂയ. എന്നാൽ ഗിദെയോനോട് കൂടെ ആകെ എത്ര പേരുണ്ടായിരുന്നു? വെറും 300 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റേ കാര്യങ്ങൾ നമ്മൾ ശത്രുവിന്റെ പക്ഷത്തുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്.
എന്നാൽ ഗിദെയോനോട് കൂടെ 300 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വലിയ പുരുഷാരത്തിന്റെ മുമ്പിൽ 300 പേർ എന്തെങ്കിലും ആണോ ദൈവമക്കളെ? കുദാരക സന്ദരേ അവരുടെ ആയുധബലം കൊണ്ടല്ല അവർ ജയാളികളായി തീർന്നത്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം എന്തായിരുന്നു? മൺകുടവും പന്തവും കാഹളവും മാത്രമായിരുന്നു. ഹല്ലേലൂയ. പിന്നെ എന്തിന്റെ ബലത്തിലാണ് അവർ ജയിച്ചത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. കുദാരക സന്ദരബേ, വിശ്വാസത്തിന്റെ ബലം കൊണ്ട് മാത്രമാണ് അവർ ജയം പ്രാപിച്ചത്. ആരെ വിശ്വസിച്ചു? തങ്ങളെ ഹല്ലേലൂയ ഇതുവരെ കൊണ്ടുവന്നവൻ, യുദ്ധത്തിന് പണം നയിച്ചവൻ, കുദാരക സന്ദരബ, ആ ദൈവം ഞങ്ങളെ വിടുവിക്കാൻ മതിയായവനാണെന്ന് അവർ വിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ അവർ വിശ്വസിച്ചു. അവർ സേവിക്കുന്ന ദൈവത്തെ അവർ വിശ്വസിച്ചു. അവർ എന്താണ് വിശ്വസിച്ചത്? അവർ ശത്രു എഴുന്നേൽക്കുമ്പോൾ അവരുടെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകുമെന്ന് അവർ വിശ്വസിച്ചു. അവനെ പഴിക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമെന്ന് കുദാരക ശന്തരബെ അവർ വിശ്വസിച്ചു. നമ്മളെ ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ഗിദെയോൻ സത്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ഭീരുവായിരുന്നു. ഹല്ലേലൂയ. ഗിദെയോന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ആദ്യമേ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്കറിയാം. ന്യായാധിപൻ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന ആളായിട്ടാണ്. ഹല്ലേലൂയ. എന്നുവെച്ചാ ശത്രു കാണാതെ ഒളിച്ചിരുന്ന് മെതിക്കുന്ന ആളായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരാള് പരാക്രമശാലി ആവുമോ? പക്ഷെ ദൈവം അവനെ വിളിച്ചത് എന്താ? ഹല്ലേലൂയ. അവൻ മിദ്യാന്യരെ ഭയപ്പെട്ടതിനാലാണ് കളത്തിൽ വെച്ച് ഗോതമ്പ് മെതിക്കാതെ ഇരുന്നത്. കുദാരക സന്ദര ഒളിച്ചുകൊണ്ടേ മെതിച്ചത്. രണ്ടാമത്തെ കാര്യം, നീ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുമെന്ന് യഹോവ പറഞ്ഞപ്പോൾ അവന്റെ മറുപടി കേട്ടായിരുന്നോ? അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അയ്യോ, എനിക്ക് വലിയ ശക്തിയൊന്നും ഇല്ലല്ലോ, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടല്ലേ ഉള്ളൂ, എനിക്ക് വചനമൊന്നും അധികം അറിയത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ യുദ്ധത്തിൽ ജയിക്കും? ഹല്ലേലൂയ. എനിക്ക് ശക്തി പോരാ, ഞാൻ തളർന്നിരിക്കുവാൻ. ഉദാരക ശന്തരേ വിക്കോ റബസന്തരബ. മൂന്നാമത്തെ കാര്യം, നീ മിദ്യാന്യരെ ഒരു മനുഷ്യരെ പോലെ തോൽപ്പിക്കുമെന്ന് യഹോവ അവനോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എന്നോട് സംസാരിക്കുന്ന നീ തന്നെ എന്നതിന് ഒരു അടയാളം തരണമേ എന്നാണ് അവൻ അവിടെ ചോദിച്ചത്. നമ്മൾ ആ വാക്യം ന്യായാധിപന്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഇത്രയെല്ലാം കർത്താവ് പറഞ്ഞപ്പോഴും കർത്താവിനോട് ഇവിടെ ഗിദെയോൻ പറയുന്ന ഒരു കാര്യമാണ്, നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അറിയാൻ നീ എനിക്കൊരു അടയാളം തരണമേ. നാലാമത്തെ കാര്യം, നിന്റെ അപ്പനുള്ള ബാലൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഗിദെയോൻ പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടോ? തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു എന്ന് നമുക്ക് കാണാം അവിടെ. ഹല്ലേലൂയ. അത് ന്യായാധിപ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യം നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. എല്ലായിടത്തും അവൻ ഒളിച്ചൊളിച്ച് ചെയ്യുന്ന, ഒളിച്ചു ഭയന്ന് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും വ്യക്തമായ ദൈവിക ആലോചന കണ്ടിട്ടും കേട്ടിട്ടും അവൻ പറയുന്നത്, ഗിദെയോൻ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എൻ്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൽ കളത്തിൽ നിവർത്തുന്നു. മഞ്ഞു തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്നാണ് അവൻ പറഞ്ഞത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളും സ്വർഗത്തിലെ കർത്താവ് എന്നോട് പറഞ്ഞു. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്കത് കർത്താവിൽ നിന്നാണോ കേട്ടതെന്നുള്ള ഡൗട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കർത്താവ് അങ്ങനെയൊക്കെ എന്നോട് പറയുമോ? കർത്താവ് അങ്ങനെ പറഞ്ഞത് ഇന്ന കാര്യത്തെക്കുറിച്ചുള്ള കാര്യം വ്യക്തമാണോ? അത് സത്യമാണോ? അതോ എൻ്റെ വെറും തോന്നലാണോ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഈ വചനത്തോടനുബന്ധിച്ച് നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരോടും
അപ്രകാരം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. കർത്താവ് പലപ്പോഴും നിങ്ങളെ വചനത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടാവും. പല കാര്യങ്ങളുടെയും ഹല്ലേലൂയ കർത്താവേ, അതിനെക്കുറിച്ചുള്ള ആഴം എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ പേർപ്പസ് എന്താണ്, അങ്ങേക്ക് ആ വിഷയത്തിന്റെ മേലുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചില ആലോചനകൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് തരുമ്പോ നമ്മളെല്ലാം അങ്ങനെ ചോദിക്കും. ഞാൻ അങ്ങനെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീസസ് കർത്താവേ, അങ്ങ് തന്നെയാണോ ആ തോട്ട് എന്റെ ഉള്ളിൽ തന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ആറാമത്തെ കാര്യം, അവൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടും അവന്റെ അധൈര്യം മാറിയില്ല. ആ വാക്ക് നമുക്ക് ആയതിനാൽ തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ എന്ന് അവൻ ചോദിച്ചു. ന്യായാധിപതി പുസ്തകം 6-ാം അധ്യായമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത 7-ാമത്തെ കാര്യം, അവന്റെ ഭീരുത്വം പൂർണ്ണമായി മാറത്തക്കവണ്ണം ദൈവം അവനോട് ഇടപെടുകയും അവന്റെ കണ്ണിന് മുമ്പിൽ പലതും ചെയ്ത ശേഷം എഴുന്നേറ്റ് മിദ്യാന്യ പാളത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞു. അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ. അപ്പൊ അവൻ എന്താണ് ഉണ്ടായിരുന്നത്? ഗിദെയോന് പേടി ഉണ്ടായിരുന്നു. കുടാരക ശന്തരബേ, ഈ വിഷയത്തെ ഞാൻ ജയിക്കുമോ? എനിക്കെതിരെ വരുന്ന ഹല്ലേലൂയ ടാക്സിനെ എനിക്ക് ജയിക്കാൻ കഴിയുമോ കർത്താവേ? എന്റെ ചുറ്റുമുള്ള ഹല്ലേലൂയ ശത്രുവിടുന്ന ചില ഉദാരക ശന്തന വെല്ലുവിളികളെ എനിക്ക് ജയിക്കാൻ കഴിയുമോ കർത്താവേ? ചോദിക്കുന്ന ചിലരുണ്ട് ഇതിനകത്ത്. കുടാരക സന്ദർഭേ, അവരോട് കർത്താവ് പറയുക, നീ ഇറങ്ങിച്ചെല്ലുക. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ ഹല്ലേലൂയ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് യഹോവ അവനോട് പറഞ്ഞു. അവൻ ഏകനായി പോയില്ല, പൂരയും കൂട്ടിയാണ് ചെയ്തതെന്നതും അവന്റെ ഭീരുത്വം വെളിപ്പെടുത്തുന്നു. അപ്പൊ ഇതിൽ നിന്നല്ല 7 കാര്യങ്ങൾ ഞാനിവിടെ നിരത്തി വെച്ചു. ഈ 7 കാര്യങ്ങളിലൂടെ നമുക്ക് എന്താണ് മനസ്സിലായത്? അവനൊരു ഭീരുത്വമുള്ള ആളായിരുന്നു. ഹല്ലേലൂയ. അവരോട് പറഞ്ഞ വചനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. യഹോവയായ ദൈവം ഒന്ന് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. സകലത്തെയും ജയിച്ചവൻ നിന്റെ ഉള്ളിലിരിക്കുന്നു. കുദാരക സന്ദർഭേ, നീ ഇറങ്ങിച്ചെല്ലുക. നിന്റെ വിഷയത്തിന്റെ മേൽ ഒളിഞ്ഞ് ഭയന്ന് മറഞ്ഞിരിക്കേണ്ടവരല്ല നീ. നീ ബലത്തോടെ പോക. നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. കർത്താവ് അയച്ചിട്ടാണ് നമ്മളൊരു വിഷയത്തിന്റെ മേൽ വിശ്വാസത്താൽ കാൽ വെച്ചതെങ്കിൽ ദൈവമക്കളെ, തീർച്ചയായും വിജയം നമുക്കുള്ളതാണ്. ജീസസ്, താങ്ക് യു ജീസസ്. അത് 3-ാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ മിദ്യാനിയരെ ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിനോട് ഹല്ലേലൂയ നിലവിളിക്കുകയും, ഹല്ലേലൂയ കർത്താവ് ഈ വിഷയത്തിന്റെ മേൽ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്കതിനുള്ള ശക്തിയില്ല കർത്താവേ, എനിക്കതിനു വേണ്ടി ഇറങ്ങുവാനുള്ള ഒരു ധൈര്യമില്ല കർത്താവേ എന്ന് പറഞ്ഞിരിക്കുന്നവരോട് സ്വർഗത്തിലെ കർത്താവ് ഇന്ന് രാത്രി പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, അല്ലയോ പരാക്രമശാലിയെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഉദാരക സന്ദരവേ അധരാരവ ശന്തലരവ. നമ്മുടെ വിശ്വാസം പലപ്പോഴും നമുക്ക് ഭയം വരുമ്പോൾ, നമുക്ക് ധൈര്യക്കുറവ് വരുമ്പോൾ, ഗിദെയോനെ പോലെ രാത്രി ഇരുന്ന് ഒളിച്ചിരുന്ന ഗോതമ്പ് മെതിക്കുമ്പോൾ ഉദാരക ശന്തരവേ നമ്മുടെ വിശ്വാസം കുറഞ്ഞു വരികയാണ്. നമ്മൾ ഓർക്കണം, വിശ്വാസത്തിൽ നമ്മൾ ശക്തിയോടെ ധൈര്യത്തോടെ നമ്മൾ നിൽക്കുമ്പോഴാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. കുടാരക ശന്തലമറ
വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിന്റെ, ശക്തിയുടെ, സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. കുദാരക സന്ദരവേ അധരാരവ ശന്തരവ ഓറികാരവസ്യാന്തരേവി രാസ്യാന്തരാരവ ശന്തരവേ. ഞാൻ ദിവസം നമ്മള് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസം പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസം പുളിപ്പില്ലാത്ത വടയിൽ ദഹിപ്പിച്ചു. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത് ഗിദെയോൻ വിരിച്ച തോൽ മാത്രം നനഞ്ഞും നിലമൊക്കെ ഉണങ്ങിയുമിരുന്നു. 3 തോൽ മാത്രം ഉണങ്ങി നിലമൊക്കെ മഞ്ഞുകൊണ്ട് നിറഞ്ഞുമിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ എന്താണ് ദൈവമക്കളെ കാണിക്കുന്നത്? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുമ്പോൾ കർത്താവിന്റെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് അവിടെ സംഭവിക്കും. നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിനോട് അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും കർത്താവ് തന്റെ വചനം ഉറപ്പിക്കും. കുദാരക സന്ദർഭ. അതുകൊണ്ട് വിശ്വാസത്തിൽ ഈ ദിവസങ്ങളിൽ മുന്നേറിയാൽ ഈ ദിവസങ്ങൾ ചിലത് കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. ഉദാരക സന്ദരേ. ഇനി അധികം സമയമില്ലല്ലോ, ഞാൻ കർത്താവദാസന് കൊടുക്കാം. ഈ വർഷങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരാക്രമശാലികൾ, ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ എഴുന്നേക്കുവാണെങ്കിൽ കർത്താവ് നമ്മളോട് കൂടെ നിന്ന് ചിലത് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ദേശത്തിന് വേണ്ടി ചെയ്യാൻ പോവുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പോവുക, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ശോഭരാജ് പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസൻ നമ്മളെ ശുശ്രൂഷിക്കട്ടെ. വെൽക്കം ടു ദിസ് ഗൂഗിൾ പ്രയർ മീറ്റിംഗ്, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഗൂഗിൾ പ്രയർ മീറ്റിംഗ്. പാസ്റ്റർ ഞങ്ങളെ ശുശ്രൂഷിച്ചാട്ടെ. May God bless you. കേക്കാം.